ഹായ് ഫ്രണ്ട്സ്, റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു റെഡിയാക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ലഡു വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ നിറച്ചും നമ്മളുടെ വീട്ടിൽ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുതിരാനിടണം. അതിന് വേണ്ടി ഒരു 15 മിനിറ്റോളം നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി വാരി വെള്ളം വാഴ്ത്തി എടുക്കാം കേട്ടോ. 15 മിനിറ്റോളം കുതിരണം. അപ്പോഴാണ് നമ്മുടെ അരി നല്ലോണം വറന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിത് കഴുകി വാരി വെള്ളം വാലാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറക്കാൻ വേണ്ടി ഒരു പാൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കണം പാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ അരി വറുത്തെടുക്കുകയും ചെയ്യണം. അപ്പോഴേ നമ്മുടെ അരി നല്ലോണം പൊരിഞ്ഞു കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ അരി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരി വറക്കാൻ ഒരു ഇത്തിരി സമയം വേണ്ടി വരും. പെട്ടെന്ന് തന്നെ ഒന്നും വറന്ന് കിട്ടൂല. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അരി അത്യാവശ്യം വെള്ളമൊക്കെ വലിഞ്ഞ് ചെറുതായിട്ടൊന്ന് വറന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളം നല്ലോണം വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇത് കാണുമ്പോൾ മനസ്സിലാവും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ എല്ലാ അരികളും പൊട്ടി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ അരി നല്ലോണം സോഫ്റ്റായി വറന്ന് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു പാകത്തിൽ വേണം വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ അരി എല്ലാം തന്നെ ഏകദേശം നല്ലോണം വറന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ അരികളും നല്ലോണം വറന്നത് ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ചൂടൊന്ന് കുറയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങി വെച്ച് ഇത്തിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാനിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ കടല വറുത്തതും അതേ വലിപ്പത്തിലുള്ള ബൗളിൽ നിറച്ചും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഏലക്കായാണ്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 10 ഏലക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് പൊടിച്ച് ഈ ഒരു പാകത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്രയും തീരെ നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള അരിയും കടലയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. നമുക്കിത് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും അളവിൽ പൊടി കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ളും നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചേർന്നാൽ 1 മാസത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ പൊടി എടുത്ത് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് ലഡു ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഫുൾ പൊടി ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ല. ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മളിത് എപ്പോഴും നെയ്യിൽ തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോഴേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കൊള്ളില്ലാത്തതായി പോവും. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂടായ നെയ്യിലോട്ട് നമ്മളിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ശർക്കര. ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ശർക്കര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം. എനിക്ക് മീഡിയം മധുരത്തിന് വേണ്ടിയാണ് ഞാനിവിടെ 100 ഗ്രാമോളം ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് അലിയണ വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി ശർക്കര അലിയിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം അലിഞ്ഞ് നല്ലോണം തേങ്ങയായിട്ട് മിക്സായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടണം. ഇതിന് ഒരുപാട് അങ്ങോട്ട് വറക്കൊന്നും വേണ്ട. ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി. ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് നുറുക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
ഇതിന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ മിക്സ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ തവി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ അതനുസരിച്ച് തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ 3 വലിയ തവി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ 3 പൊടി തവിക്കുള്ള ശർക്കരയും തേങ്ങയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അത് കറക്റ്റ് പാകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മിക്സ് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടുണ്ട് ഇതിന്. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഉരുട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിൽ പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചാൽ അതിലേക്ക് അമർത്തി അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലഡുവിൻ്റെ വലിപ്പത്തിൽ ലഡുവിൻ്റെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലഡു ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് എള്ളും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുമുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണിത്. ഇനി നമുക്ക് ബാക്കി മാവും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇതും കൊണ്ട് ഒരു 10 ലഡു വരെയും കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഫുൾ മാവും നമ്മളിവിടെ ഇതുപോലെ ഉരുട്ടി ലഡുവാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 10 ലഡു കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ലഡു വേണമെന്നുണ്ടെങ്കിൽ പൊടി കൂടുതൽ ചേർത്ത് തേങ്ങയും ചേർത്ത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസം കേടുകൂടാണ്ട് പുറത്ത് തന്നെ വയ്ക്കാം. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്നൊന്നും കേടായി പോവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.